ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വേട്ടല്ലോ. അലിഞ്ഞു നീ ശാപം തലയിൽ കൊണ്ടിടാൻ വലിമ വേട്ടല്ലോ. മനസ്സോടെ ശാപമരത്തിൽ തൂങ്ങിയ മാനുവേലാദേവ ജാതാ, നിനക്കീ വേദന വരുത്തി വച്ചതി നീച ഞാനയ്യോ. നന്ദി കെട്ടയി നരരെ നരക അഗ്നിയിൽ നിന്നും നേടാൻ. നന്ദി കെട്ടയി നരരെ നരക അഗ്നിയിൽ നിന്നും നേടാൻ. മന്നവാത്തിരു പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. മന്നവാത്തിരു പൊൻകുരുതി നീ ചിന്തി നിന്നല്ലോ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 28-ാമത്തെ വാക്യം എന്നുള്ളതായ ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ഞാൻ ആകാശത്തിലും ഭൂമിയിലും അത്ഭുതങ്ങളെ കാണിക്കും, രക്തവും തീയും പുകത്തൂണും തന്നെ. യഹോവയുടെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും. എന്നാൽ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും. യഹോവ അരുളി ചെയ്തതുപോലെ സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും ഒരു രക്ഷിത ഗണവും ശേഷിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിൽ യഹോവ വിളിപ്പാനുള്ളവരും ഉണ്ടാകും. വരുവാനുള്ള കാലത്തെക്കുറിച്ച് പ്രവാചകൻ മുൻകൂട്ടി പറയുകയാണ്. യഹോവയുടെ മഹാദിവസത്തെക്കുറിച്ച് പ്രവാചകൻ പറയുകയാണ്. നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതുപോലെ യോവേൽ പ്രവാചകൻ്റെ പുസ്തകവും സെഫന്യ പ്രവാചകൻ്റെ പുസ്തകവും, 2 പുസ്തകവും ഒരുപോലെ വരാനിരിക്കുന്ന ആ മഹാഭയാനക ദിവസത്തെക്കുറിച്ച് പ്രവചിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. യഹോവയുടെ മഹാദിവസം, യഹോവയുടെ ദിവസം വരുന്നതിന് മുൻപ് നാം എന്തെല്ലാം ചെയ്യണം എന്നാണ് നാം ചിന്തിച്ചു വരുന്നത്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകും എന്ന് ഇവിടെ നാം യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ വായിക്കുന്നു. ആകാശത്തിൽ അത്ഭുതങ്ങൾ കാണും, അടയാളങ്ങൾ ഉണ്ടാകും, ഈ പ്രകൃതിയിൽ വലിയ വലിയ അതിശയങ്ങൾ സംഭവിക്കും, മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തിരുവചനം ഒരിടത്തല്ല അനേകം സ്ഥലങ്ങളിൽ മുൻകൂട്ടി തന്നിട്ടുണ്ട്, പ്രവചനങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഓർക്കുക, ഈ കാലയളവിൽ എന്തുമാത്രം പ്രകൃതിക്ഷോഭങ്ങളാണ് ഉണ്ടാകുന്നത്. സമുദ്രത്തിൻ്റെ ജലപരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നതായി പ്രകൃതിശാസ്ത്രജ്ഞന്മാർ പറയുന്നു. മരുഭൂമിയുടെ വിസ്തൃതി വർദ്ധിക്കുന്നതായി പറയുന്നു.
ചൂട് പെരുകി പെരുകി വരുന്നതായി പറയുന്നു. അന്തരീക്ഷത്തിൽ ഓസോൺ പാളിയിലുണ്ടാകുന്ന വിള്ളലുകൾ മൂലം സൂര്യരശ്മി മനുഷ്യൻ്റെ മേലും പ്രകൃതിയുടെ മേലും നേരിട്ട് പതിക്കുന്നത് കൊണ്ട് മാറാ രോഗങ്ങളുണ്ടാകുന്നു, വലിയ കെടുതികൾ സംഭവിക്കുന്നു. പ്രകൃതിയിൽ പല പല മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥയിൽ തന്നെ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഈ പ്രകൃതിയിൽ കർത്താവിൻ്റെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിൻ്റെ മുൻകൂട്ടിയുള്ളതായ സൂചനകൾ നാം കണ്ടുവരികയാണ്. ഇവിടെ പ്രവാചകൻ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു, യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾ മുൻപ്, യേശുക്രിസ്തു ജനിക്കുന്നതിന് 850ഓളം വർഷം മുൻപ് യോവേൽ പ്രവാചകൻ പറഞ്ഞു, യഹോവയുടെ വലുതും ഭയങ്കരവുമായ ഒരു ദിവസം വരും മുൻപേ സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായും മാറിപ്പോകുമെന്ന്. എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നതെന്നും എന്തിൻ്റെയെല്ലാം സൂചനകളാണിപ്പോൾ പ്രകൃതിയിൽ നാം കാണുന്നതെന്നും ഒന്നുമൊന്നും മനുഷ്യന് പറയാൻ നിർവാഹമില്ലാത്ത വിധത്തിൽ വളരെ ഭയാനകമായ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് നാം ചെയ്യേണ്ട കാര്യങ്ങൾ: ഒന്ന്, നാം ദൈവവേലയ്ക്ക് വേണ്ടി, തിരുവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം ഒരുമിച്ച് കൂടണം. പ്രാർത്ഥനാ യോഗങ്ങൾ നടക്കണം, സുവിശേഷീകരണം നടക്കണം, ഇവാഞ്ചലൈസേഷൻ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് നാം മനം തിരിയണം, കൺവേർഷൻ ഉണ്ടാകണം, മാനസാന്തരപ്പെടണം. ഇതെല്ലാം നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് നാം വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി നാം അനുദപിക്കണം, കൺട്രീഷൻ ഉണ്ടാകണം, ഹൃദയ തകർച്ചയുണ്ടാകണം, മനസ്സ് നുറുക്കമുണ്ടാകണം, അനുതാപം ഉണ്ടാകണം, പശ്ചാത്താപം ഉണ്ടാകണം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് നാം ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം, സപ്ലിക്കേഷൻ. ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കണം. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. നാം രക്ഷ അനുഭവിക്കുവാൻ, ആത്മാവിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നാം വിളിച്ചപേക്ഷിക്കണം. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് നാം അനുരഞ്ജനത്തിലേക്ക് വരണം, നിരപ്പിലേക്ക് വരണം. അപ്പന്മാരുടെ ഹൃദയം മക്കളോടും, മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പാകണം. അനുരഞ്ജനം, റെക്കൺസീലിയേഷൻ. അനുരഞ്ജനം, പരസ്പരം ഐക്യം വരിക, പിണങ്ങിയിരിക്കുന്നവരെ ഇണങ്ങുക, അകന്നുപോയവരെ അടുക്കുക, ഭിന്നിച്ചു പോയവരെ ഒന്നിക്കുക. അനുരഞ്ജനത്തിൻ്റെ പാത തേടണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുൻപ് വലിയ ആത്മപകർച്ചയുണ്ടാകും, ആത്മാവിൻ്റെ പകർച്ചയുണ്ടാകും. ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം, ആത്മാവിൻ്റെ നിറവ് പ്രാപിക്കണം. അതാണ് യോവേൽ പ്രവാചകൻ പറഞ്ഞത്. യോവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ നാം കണ്ടത്. അതിൻ്റെ ശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. ആത്മാവിൻ്റെ പകർച്ച നേടണം. അനോയിൻമെൻറ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം, പരിശുദ്ധാത്മാവിലുള്ള നിറവ് പ്രാപിക്കണം. പരിശുദ്ധാത്മ നിറവ്. എന്താണ് പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് പറയുന്നത് കോരിന്ത്യ ലേഖനം, 1-ാമത്തെ കോരിന്ത്യ ലേഖനം 12-ാം അധ്യായത്തിലാണ്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ ഗിഫ്റ്റുകൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നു. 9 വരങ്ങളെക്കുറിച്ച് പറയുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു. 9 ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ. ഈ വരങ്ങളും ഫലങ്ങളും ഒരുപോലെ തിങ്ങി നിൽക്കുന്ന ഒരു സവിശേഷതയെക്കുറിച്ച് പറയുന്നു. അത് സ്നേഹം എന്നതാണ് എന്ന് അപ്പോസ്തലൻ പറയുന്നു. വരങ്ങളും ഫലങ്ങളും. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്?
ഏതെങ്കിലും ഒരു വരം പ്രാപിക്കുക എന്നുള്ളതല്ല, അല്ല ഈ 9 വരവും പ്രാപിക്കുക എന്നുള്ളതല്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെന്ന് പറയുന്നത് എന്താണ്? അവിടെ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. ജ്ഞാനത്തിൻ്റെ വചനം, പരിജ്ഞാനത്തിൻ്റെ വചനം. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ ഒന്നൊന്നായി പറയുകയാണ്. ജ്ഞാനത്തിൻ്റെ വചനം തരുന്നു, പരിജ്ഞാനത്തിൻ്റെ വചനം തരുന്നു, വിശ്വാസം എന്ന വരം തരുന്നു, രോഗശാന്തികളുടെ വരം തരുന്നു, വീര്യപ്രവൃത്തികളുടെ വരം തരുന്നു, പ്രവചനവരം ലഭിക്കുന്നു, ആത്മാക്കളുടെ വിവേചനം എന്ന ഡിസേൺമെൻറ്റ്, വിവേചനം എന്ന വരം ലഭിക്കുന്നു, പലവിധ ഭാഷകൾ, വിവിധ ഭാഷകളുടെ വരം ലഭിക്കുന്നു, ഭാഷകളുടെ വ്യാഖ്യാനം ലഭിക്കുന്നു. ഇങ്ങനെ 9 വരങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാം അധ്യായം 4-ാം വാക്യം മുതൽ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. എന്നാൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ആത്മാവ് ഒന്നത്രേ. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, കർത്താവ് ഒരുവൻ. വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് തനിച്ചിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. എന്തിനാണ് ആത്മാവിൻ്റെ വരങ്ങളെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു 7-ാം വാക്യത്തിൽ. ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. പൊതുപ്രയോജനത്തിനായിട്ടാണ് വരങ്ങൾ ലഭിക്കുന്നത്. സഭയിൽ, സമൂഹത്തിൽ, കൂട്ടത്തിൽ, കൂട്ടായ്മയിൽ പൊതുവായുള്ള പ്രയോജനത്തിന് വേണ്ടി വരങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്നു. ആത്മാവിൻ്റെ വരങ്ങൾ തരുന്നത് പൊതുവായ പ്രയോജനത്തിന്, അത് മറ്റുള്ളവരുടെ ആത്മീക അഭിവൃദ്ധിക്ക്, മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന്, സ്വയം ശുദ്ധീകരിക്കപ്പെടുവാനും മറ്റുള്ളവർക്ക് വിശുദ്ധീകരണം ലഭിക്കുവാനും ഉതകുന്നതിന്, അതിനാണ് ആത്മാവിൻ്റെ വരങ്ങൾ തരുന്നത്. ഈ ലേഖനത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൻ്റെ ഈ 12-ാം അധ്യായത്തിൽ തന്നെ പറയും, 28-ാം വാക്യം, ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. അപ്പോസ്തലന്മാരായും ഉപദേഷ്ടാക്കന്മാരായും പ്രവാചകന്മാരായും ദൈവം വിവിധ ശുശ്രൂഷകൾക്കായി ഓരോരുത്തരെ നിയമിച്ചു. തൻ്റെ വിശുദ്ധ സഭയിൽ, തൻ്റെ വിശുദ്ധ സമൂഹത്തിൽ ദൈവം ഓരോരുത്തരെ നിയമിച്ചത് എന്തിനു വേണ്ടിയാണ്? ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ്, പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്. അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ദൈവം അവരെ നിയമിച്ചു എന്ന് നാം കാണുകയാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. വിവിധ ശുശ്രൂഷകൾ നിർവഹിക്കുന്നതിന് കൃപാവരങ്ങൾ ഫലമേൽപ്പിക്കുന്നു. എന്നാൽ കൃപാവരങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആത്മാവിന് നിറവുണ്ടായി എന്ന് അർത്ഥമാക്കേണ്ടതില്ല. പരിശുദ്ധാത്മാവിന് നിറവിലാണ് ശുശ്രൂഷകൾ ചെയ്യേണ്ടത്, തീർച്ചയായും. എന്നാൽ ഒരാൾ അന്യഭാഷയുണ്ട് എന്നുള്ളത് കൊണ്ട് അത് കൃപാവരമുണ്ട് എന്ന ഒരൊറ്റ കാരണത്താൽ ആത്മനിറവാണ് എന്ന് സംശയിച്ചുകൂടാ, ചിന്തിച്ചുകൂടാ. എന്തുകൊണ്ട്? കൃപാവരം ഉള്ളപ്പോഴും പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ ജീവിതത്തിൽ തിന്മ സംഭവിച്ചു എന്ന് വരാം, പാപം മാറിയില്ല എന്ന് വരാം. അപ്പോൾ നോക്കേണ്ടത് എന്താണ്? ആത്മാവിൻ്റെ ഫലമുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്നുണ്ടോ? അതാണ് ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ 5-ാം അധ്യായത്തിൽ പറയുന്നത്. ആത്മാവിൻ്റെ ഫലമോ? ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യം, ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം,
ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വഴിക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ആത്മാവിൻ്റെ ഫലമുണ്ടോ? സഹോദരങ്ങളെ, കൃപാവരങ്ങളിൽ മാത്രം ആശ്രയിക്കുകയും അന്യഭാഷ പറയുന്നോ, ദർശനം കാണുന്നോ, പ്രവചനം പറയുന്നോ, വ്യാഖ്യാനിക്കുന്നോ എന്നിങ്ങനെയുള്ളതായ ഏതെങ്കിലും കൃപാവരങ്ങളിൽ മാത്രം തങ്ങി നിൽക്കുകയും ചെയ്യുന്ന ആത്മീയമല്ല. പരിശുദ്ധാത്മാവ് വ്യാപരിക്കുക എന്ന് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ പ്രവേശിക്കുന്നു, അല്ലെങ്കിൽ നമ്മിൽ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നമ്മിൽ നിറയുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് നാം മനസ്സിലാക്കുന്നത്? ആത്മാവിൻ്റെ ഫലം കായ്ക്കും. വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയാം. ആത്മാവിൻ്റെ ഫലം എല്ലാം ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യത്തിൽ ഊന്നി നിൽക്കുന്നു. അപ്പോസ്തലൻ പറയുന്നുണ്ട്, 9 കൃപാവരത്തെക്കുറിച്ചും പറഞ്ഞിട്ട് അപ്പോസ്തലൻ പറയുന്നത് എല്ലാറ്റിലും വലിയതോ സ്നേഹം തന്നെ എന്നാണ്. സ്നേഹം അത് കൃപാവരവുമാണ്, അത് ആത്മാവിൻ്റെ ഫലവുമാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് കോരിന്ത് ലേഖനം, 1 കോരിന്ത് ലേഖനം 14 അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നത്. 12 വാക്യം, ഔവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായി സഫലന്മാരാകുവാൻ ശ്രമിപ്പീൻ, ഫലമുള്ളവരാകുവാൻ ശ്രമിപ്പീൻ. വരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വാഞ്ചയുണ്ട്, പക്ഷേ നിങ്ങൾ ഫലം കായ്ക്കുന്നതിനെക്കുറിച്ച് ചിന്തയില്ലല്ലോ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ 9 കൂട്ടം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തീഷ്ണതയില്ലല്ലോ എന്നാണ് കോരിന്തിലെ ക്രിസ്ത്യാനികളുടെ അപ്പോസ്തലൻ ചോദിക്കുന്നത്. നിങ്ങൾ ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാണ്, അന്യഭാഷ വേണമെന്ന് ആഗ്രഹിക്കുന്നു, ദർശനങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു, പ്രവചനം വേണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് ദൈവവേല ചെയ്യാൻ താല്പര്യമാണ്, ദൈവത്തിൻ്റെ തിരുവചനം ഉപദേശിക്കാൻ താല്പര്യമാണ്, ഉപദേഷ്ടാക്കന്മാരാകാൻ താല്പര്യമാണ്, നിങ്ങൾക്ക് പ്രവാചകന്മാരാകാൻ താല്പര്യമാണ്, നിങ്ങൾക്ക് മറ്റുള്ളവരെ നയിക്കാനും നടത്താനും താല്പര്യമാണ്. എന്നാൽ നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾ സഫലന്മാരാകുവീൻ, സഫലന്മാരാകുവീൻ, ഫലമുള്ളവരാകുവീൻ, നിങ്ങൾ ഫലം കായ്ക്കുന്നവരാകുവീൻ. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമാതയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ ഫലങ്ങൾ നിങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവരാകുവീൻ. പ്രിയപ്പെട്ടവരെ, ഓർക്കുക, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. കൃപയുടെ വരങ്ങളും കൃപയുടെ ഫലങ്ങളും ഉണ്ടാകും. ആത്മാവിൻ്റെ വരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും ഉണ്ടാകും. ഫലങ്ങളില്ലാത്ത വരങ്ങൾ അത് നിഷ്പ്രയോജനമാണ് എന്നറിഞ്ഞുകൊള്ളുക. ഫലം കായ്ക്കാത്ത വരങ്ങൾ അത് നിഷ്പ്രയോജനമായി പോകും. ഓർക്കുക, അത് അപകടവുമാണ്. ഫോഷ്ക്ക് ജീവിതത്തിൽ വന്നു ചേരും. ഈ ആത്മാവിൻ്റെ വരങ്ങൾക്ക് അങ്ങനൊരു അപകടവും കൂടിയുണ്ട്. ഫോഷ്ക്ക് വ്യാപരിക്കുക, കപടഭക്തി വ്യാപരിക്കുക, കപട വ്യാപാരങ്ങൾ ഉണ്ടാകുക, കപടമായ പരിശുദ്ധാത്മാവിൻ്റേതല്ലാത്തതായ ഡ്യൂപ്ലിക്കേറ്റ് ആത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുക. പരിശുദ്ധാത്മാവിൻ്റേതാണ് എന്ന് പാവപ്പെട്ട ജനം കരുതുകയും ചെയ്യും. സാധുക്കളായി കൂട്ടായ്മയിലുള്ളവരും സഭകളിലുള്ളവരും കരുതും ഇത് പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ്. ഒരാൾ അന്യഭാഷ പറയുന്നു, പക്ഷേ വ്യക്തിപരമായ രഹസ്യ ജീവിതം അശുദ്ധമാണ്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം കായ്ക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ വരമാണെന്ന് തോന്നുന്ന അന്യഭാഷയെല്ലാം പറയും, പക്ഷേ അവിടെ പരിശുദ്ധാത്മാവല്ല, അവിടെ ദുരാത്മാവാണ് വ്യാപരിക്കുന്നത്. സഹോദരങ്ങളെ, ഈ വരങ്ങൾക്ക് അങ്ങനെ ഒരു അപകടമുണ്ട്. പാപം വരുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. വളരെ ഊന്നിപ്പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നൊരു വിഷയമാണത്. നമ്മുടെ ജീവിതത്തിൽ പാപം വരുന്നുണ്ടോ? പാപം വരരുത്. വിശുദ്ധിയുടെ നിറവാണ് ആത്മനിറവ്, സ്നേഹത്തിൻ്റെ നിറവാണ് ആത്മനിറവ്. മറക്കല്ലേ, വിശുദ്ധിയുടെ നിറവ്, ഹൃദയവിശുദ്ധിയുടെ നിറവ്. ആത്മാവിൻ്റെ നിറവെന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയം നൈർമല്യം കൊണ്ടുവരിക, ഹൃദയം പൂർണ്ണ നിർമ്മലമാകുക, ഹൃദയം പൂർണ്ണ വിശുദ്ധമാകുക. അവിടെ സ്ഥാനമോഹമില്ല, അവിടെ സ്വയം മേന്മയില്ല, സ്വയം പ്രശംസയില്ല, സ്വയം മഹത്വമില്ല, അവിടെ അഹന്തയില്ല, അവിടെ അഹങ്കാരമില്ല, അവിടെ സ്വാർത്ഥതയില്ല, അവിടെ പക്ഷഭേദമില്ല, അവിടെ ദുശ്ശീലങ്ങളില്ല, അവിടെ ദുഷ്പ്രവണതകളില്ല, അവിടെ പിണക്കമില്ല, അവിടെ ആരോടും വൈരാഗ്യമില്ല, അവിടെ എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരെക്കുറിച്ചും കരുതലാണ്, അവിടെ മറ്റുള്ളവരെ ബഹുമാനിക്കുകയാണ്.
എതിരാളികളെപ്പോലും മാനിക്കുകയാണ്. സ്വന്തം അഭിപ്രായത്തോട് യോജിക്കാത്തവരെ പോലും മാനിക്കുകയും അവരെ മാന്യരായും ശ്രേഷ്ഠരായും എണ്ണുകയും ചെയ്യുകയാണ്. മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കുകയാണ്. അവിടെ സ്നേഹമുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ ദയയുണ്ട്, അവിടെ പരോപകാരമുണ്ട്, അവിടെ വിശ്വസ്തതയുണ്ട്, അവിടെ സൗമ്യതയുണ്ട്, അവിടെ ഇന്ദ്രിയ ജയമുണ്ട്. അവയവങ്ങളുടെ മേൽ ജയമുണ്ട്, ഇന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണമുണ്ട്, അകത്തെ ഇന്ദ്രിയങ്ങളുടെ മേൽ നിയന്ത്രണമുണ്ട്, ചിന്തയിൽ നിയന്ത്രണമുണ്ട്, വികാരത്തിൽ നിയന്ത്രണമുണ്ട്, ആഗ്രഹത്തിൽ നിയന്ത്രണമുണ്ട്, മനോഭാവത്തിൽ നിയന്ത്രണമുണ്ട്, പ്രതികരണത്തിൽ നിയന്ത്രണമുണ്ട്. അവിടെ കർത്താവിൻ്റെ ഭാവം വരികയാണ്. ആത്മാവിന് നിറവെന്ന് പറഞ്ഞാൽ എന്താണപ്പോൾ? നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? യേശുക്രിസ്തുവിൻ്റെ സ്വഭാവം വരികയാണ്, ക്രിസ്തുവിൻ്റെ എളിമ വരികയാണ്, ക്രിസ്തുവിൻ്റെ താഴ്മ വരികയാണ്, ക്രിസ്തുവിൻ്റെ ക്ഷമാശീലം വരികയാണ്, ക്രിസ്തുവിൻ്റെ ത്യാഗ മനോഭാവം വരികയാണ്. തന്നെ ത്യജിക്കാനുള്ള മനോഭാവം, സ്വന്തം ഇഷ്ടം പരിത്യജിക്കാനുള്ള മനോഭാവം, തന്നെ താഴ്ത്താനുള്ള മനോഭാവം, ഞാൻ ഏതുമില്ലും തിരിച്ചറിയാനുള്ള മനോഭാവം, എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്ന മനോഭാവം. എൻ്റെ ദൈവമേ, ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളൊരു സമൂഹം, സ്നേഹിതരെ, അങ്ങനെയുള്ളൊരു സഭ, അങ്ങനെയുള്ളൊരു കൂട്ടം, അത് സ്വപ്നം കണ്ടാൽ മതിയോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, അത് നാം സ്വപ്നം കണ്ടാൽ മതിയോ? നാം അത് ചിന്തിച്ച് നാം ആലോചിച്ചിരുന്ന് രസിച്ചാൽ മതിയോ? അങ്ങനെയൊന്ന് കിട്ടിയിരുന്നെങ്കിലെന്ന് വെറുതെ ചിന്തിച്ചാലും മതിയോ? പോരാ, അവിടെ നിർത്തരുത്. ആഗ്രഹിച്ചു പോരാ. പ്രിയപ്പെട്ടവരെ, എൻ്റെ കർത്താവേ, ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ ഞാനൊരാൾ, കർത്താവേ, വിശുദ്ധിയുടെ തേജസ് സ്വയം ഉൾക്കൊള്ളുവാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. യേശുരാജ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് ആളത്തുമായി എഴുന്നള്ളി വരണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, ഈ നിസ്സാര മനുഷ്യൻ്റെ ചങ്കിലേക്ക് നീ എഴുന്നള്ളി വന്ന് ഈ ഹൃദയത്തിൽ നീ അങ്ങ് നിറയണമേ. നിൻ്റെ സ്വഭാവത്താൽ എന്നെ നീ ജ്വലിപ്പിക്കണമേ, എന്നെ നീ കത്തുപിടിപ്പിക്കണമേ. നിൻ്റെ സ്വഭാവത്താൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇത് സാധിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വെറുതെ വ്യാമോഹിക്കാനല്ല ഞാൻ പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, വക്രതയും കോട്ടമുള്ള വലിയൊരു തലമുറ, അഴിമതിയുള്ളതായ സഭകൾ, അഴിമതിയുള്ളതായ സമുദായങ്ങൾ, തിന്മയുള്ളതായ മനുഷ്യതതികൾ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കൂ. എല്ലായിടത്തും വക്രതകൾ, എല്ലായിടത്തും വ്യാജഭാവങ്ങൾ, എല്ലായിടത്തും സ്ഥാനമോഹങ്ങൾ, എല്ലായിടത്തും പണക്കൊതികൾ. എൻ്റെ ദൈവമേ, അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ഭാവമുള്ള ഒരു വിശുദ്ധ സമൂഹമായി അധികം പേരൊന്നും വേണ്ട പ്രിയരെ, അധികം പേരൊന്നും വേണ്ട. യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ള ഒരു ചെറിയ ന്യൂനപക്ഷമായി, ഒരു ശേഷിപ്പായി നിൽക്കാൻ കർത്താവേ, എനിക്ക് കൊതിയാണ് നിങ്ങൾക്ക് പറയാമോ? കർത്താവേ, എനിക്കതിന് മനസ്സാണെന്ന് പറയാമോ? അതിനായിട്ട് എന്നെ തന്നെ ഞാനിതാ ക്രൂശിൻ ചുവട്ടിൽ താഴ്ത്തി വയ്ക്കും നിങ്ങൾക്ക് സമർപ്പിക്കാമോ? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സ്തോത്രം. നാം നമ്മുടെ ചുറ്റുപാടുമുള്ള തിന്മകളെ നാം പഴിക്കുകയും തിന്മകളെ നാം ശപിക്കുകയും ചെയ്യും. എന്നാൽ ബുദ്ധിജീവി പറയും, മഹജ്ജനം പറയും, ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിക്കേണ്ട, ഒരു ചെറിയ തിരിയെങ്കിലും കത്തിച്ചു വയ്ക്കൂ. ഇറ്റ് ഈസ് ബെറ്റർ ടു ലൈറ്റ് എ ക്യാൻഡിൽ ദാൻ ടു കേഴ്സ് ദ ഡാർക്ക്നെസ്. ഇരുട്ടിനെ ശപിക്കേണ്ട, എന്നാൽ ഒരു ചെറു തിരിയെങ്കിലും കത്തിച്ചു വയ്ക്കൂ. എല്ലാം ഇരുട്ടാണ്, സഭകളെല്ലാം തകർന്നു കിടക്കുന്നു, രാഷ്ട്രീയമെല്ലാം എല്ലാ അന്ധകാരത്തിൽ പോയിരിക്കുന്നു, ദേശമെല്ലാം മുടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതൊന്നുമല്ല നാം പറയേണ്ടത്. ഞാനൊരാൾ ഒരു ചെറുതിരിയായി കത്തി നിൽക്കും. ദൈവത്തിന് സ്തോത്രം. അതിനെന്താണ് വേണ്ടത്? അതിന് യേശുവിനെ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുക, യേശു ക്രിസ്തുവിനെ ഉള്ളത്തിലേക്ക് കൈക്കൊള്ളുക. യേശു കുരിശും പേറിപ്പോയി അതേ കാൽച്ചുവടുകളിൽ കൂടെ കുരിശ് സന്തോഷത്തോടെ ചുമന്നുകൊണ്ട് പുഞ്ചിരിയോടെ യേശുവിൻ്റെ പിറകെ, യേശുനാഥൻ്റെ പിറകെയാണ് പോകുന്നുള്ള ഉറപ്പോടെ സാക്ഷികൾ വലിയൊരു സമൂഹം ചുറ്റും നിൽക്കുന്നത് കണ്ട് ആമോദത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ആത്മാവിൻ്റെ തേജസ് പ്രാപിക്കുവാൻ മുന്നോട്ട് ചുവട് വെച്ച് നീങ്ങുന്നു. ക്രിസ്തു പോയി അതേ കാൽ ചുവടിൽ കൂടെ കുരിശിൻ്റെ പാതയിലൂടെ നീങ്ങുന്നു. അതാണ് ക്രിസ്തീയ ജീവിതം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കർത്താവിനോട് വാക്ക് പറയാം. യേശുവേ,
നിന്റെ പിറകെ ഞാനിതാ വരുന്നു. യേശുവേ നിന്റെ പിറകെ കുരിശും പേറിക്കൊണ്ട് ഞാനിതാ വരുന്നു. എൻ്റെ യാതനകളും എൻ്റെ ക്ലേശങ്ങളും എൻ്റെ കഷ്ടതകളും എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്നതായ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എല്ലാം പുഞ്ചിരിയോടെ വഹിച്ചുകൊണ്ട് ഞാനും ഇതാ നിന്റെ പിന്നാലെ വരുന്നു. നാഥാ, നിന്റെ പിന്നാലെ വന്ന് നീ പോയി അതേ കാൽച്ചുവടുകളിൽ നിന്ന് മാറാതെ നടന്ന് നീ എത്തിയതായ ലക്ഷ്യസ്ഥാനത്ത്, നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ ഞാനിതാ വരുന്നു. സമർപ്പിക്കുവീൻ ദൈവമക്കളെ, പറയുവീൻ ദൈവത്തോട്, യേശുവേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക സമർപ്പിക്കുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി സ്തോത്രം. ജീവന്റെ റൂഹ ഞങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരുന്നതിനായി സ്തോത്രം. കർത്താവേ, ആത്മാവിൻ്റെ നിറവെന്ത് എന്ന് അനുഭവിച്ചു നിൽക്കാൻ ഞങ്ങളെ വിളിച്ച് വേർതിരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച ഞങ്ങൾക്ക് ലഭിക്കുവാൻ തക്കവണ്ണം, അഭിഷേകത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മേൽ ഇറങ്ങുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് അധ്വാനിച്ചുകൊണ്ട് നിൽക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. സമ്പൂർണ്ണ ശുദ്ധീകരണത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ കർത്താവേ. പൂർണ്ണമായും ഹൃദയം കഴുകപ്പെട്ട അനുഭവത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.